ഹലോ, ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരച്ച പുരികോളർക്കൊക്കെ പെട്ടെന്ന് തന്നെ കറക്കാനുള്ള ഒരു ടിപ്സായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതിനെ കുറിച്ച് ഉള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇടുന്നത്. ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരികം കറക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇപ്പോൾ മിക്കവരുടെ തല മുടി നരക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചിലവരുടെയൊക്കെ പുരികവും ചിലപ്പോൾ പാരമ്പര്യമായിട്ട് നരക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഒരു 3-4 ചിരട്ട എടുത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് അത് എടുക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരട്ടയിട്ട് എടുക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സി പൊടിക്കാൻ വേണ്ടി പാടായിരിക്കും. പിന്നെ നമുക്കിത് ഒത്തിരി കാര്യങ്ങൾക്ക് ഇത് ഉപയോഗമുള്ളതാണ്. അപ്പോൾ ഡൈക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 ചിരട്ടയായിട്ട് തന്നെ കത്തിക്കാൻ നോക്കുക. ചിരട്ടയൊക്കെ കത്തിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചിരട്ട ഉണ്ടോ, ഞാനിപ്പോൾ ഏതാണ്ട് 4 ചിരട്ടയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ യൂസിന് നിങ്ങൾക്ക് ആവശ്യമാണ്. അതായത് ഡൈക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ പുരികത്തിൻ്റെയാണ്. അപ്പോൾ എന്നോടൊരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു, പിന്നെ പുരികം വല്ലാണ്ട് നരക്കുന്നു. അതായത് നമുക്കിപ്പോൾ മുടിയൊക്കെ നമ്മൾ എത്ര ചെയ്തിട്ടും പുരികവും നരച്ചു കഴിഞ്ഞാൽ മഹാവൃത്തിയാണല്ലേ. അപ്പോൾ പുരികത്തിന് പറ്റിയ ഒരിത് പറഞ്ഞു കൊടുക്കാൻ പറ ടിപ്സ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട നമ്മുടെ ഈ കരിയില്ലേ, ഇത് നമ്മൾ അധികം കുറച്ച് പൊടിച്ചു വെച്ചാൽ നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസിനെടുക്കാം. എന്തായാലും ഒരു ചിരട്ട കൊണ്ട് നമുക്ക് ഈ മിക്സിയിൽ നല്ലതായിട്ട് പൊടിച്ചെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 3-4 ചിരട്ട ഇതുപോലെ ഒന്ന് നല്ല പോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, പ്ലെയിനായിട്ട് ഈ കരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതേ ഞാൻ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ അങ്ങനെ പൊടിഞ്ഞിട്ടില്ലാത്ത പക്ഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് അരിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് പുരികത്തിനൊക്കെ ഇടാനുള്ളതാണ്. അപ്പം തരിയൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ മിക്സിയൊക്കെ എങ്ങനെയുള്ളതെന്ന് നോക്കുക. നല്ലതാണെങ്കിൽ ഇങ്ങനെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് നമ്മുടെ അരിപ്പയിൽ നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇത്രയൊന്നും വേണ്ട, വളരെ കുറച്ചും മതി കേട്ടോ. ചൂടാറിയിട്ട് നമുക്കിത് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ, അപ്പോൾ നമ്മളിത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചട്ടി എടുക്കുക. അപ്പം നിങ്ങളിത് ഓവർനൈറ്റ് ഒന്നും വെക്കണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ ഞാൻ ചട്ടി എടുത്തപ്പോൾ അങ്ങനെ വിചാരിക്കണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ഒരു 3 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അധികം ഒന്നുമില്ല, ഒരു 3 സ്പൂൺ. എന്നിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കണ എന്താണെന്ന് വെച്ചാൽ 3 സ്പൂൺ ഇതിലിട്ട് 1 സ്പൂൺ നമ്മുടെ കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കാപ്പിപ്പൊടി. അപ്പോൾ ഒരു കണക്ക് വേണം നിങ്ങൾക്ക് കേട്ടോ. 3 സ്പൂൺ വെള്ളത്തിന് 1 സ്പൂൺ കാപ്പിപ്പൊടി, ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ കാപ്പിപ്പൊടി എന്ന് പറഞ്ഞ സാധനമില്ലേ, മുടി നമ്മുടെ പുരികമൊക്കെ പെട്ടെന്ന് തന്നെ കറക്കാനായിട്ട് സഹായിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഫാസ്റ്റായിട്ട് നമ്മുടെ പുരികം കറക്കാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ കാപ്പിപ്പൊടി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഒന്നും ഇടാണ്ട്, അതായത് വെറുതെ കാപ്പി നല്ലതായിട്ട് നിങ്ങൾ തിളപ്പിച്ച് വെച്ചിട്ട്, അതായത് ഒന്ന് കുറുക്കി എടുക്കണം. എന്നിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം വെറുതെ നിങ്ങൾ നിങ്ങളുടെ പുരികത്തേലിട്ടാലും നിങ്ങൾക്ക് നല്ലതായിട്ട് ഇത് കറുത്ത് വരും നിങ്ങളുടെ പുരികം. അപ്പോൾ കാപ്പിപ്പൊടിക്ക് അത്രയേറെ ഗുണമുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാപ്പിപ്പൊടി തന്നെ മെയിൻ ഒരു ഐറ്റമാണ്. അപ്പോൾ 3 സ്പൂൺ വെള്ളത്തിൽ 1 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ സാധാ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്താൽ അത് ഇൻസ്റ്റൻ്റ് ഒന്നും വേണ്ട.
അപ്പോൾ ഇത് നമുക്ക് ഒരു ബോട്ടിലിട്ട് അടച്ചും വെക്കാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അത്രയും നല്ല ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമുക്കിനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അത് കുറുകി കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ ഇത്രയും വെള്ളമുള്ളൂ കേട്ടോ. നമ്മൾ 3 സ്പൂൺ വെച്ചാൽ 1 സ്പൂണായി. നമ്മുടെ ഈ കരിയില്ലേ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, കരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ചൂടോടി തന്നെ കരി ചേർത്ത് കൊടുക്കണം നമ്മൾ കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയിട്ടാണ് അടുത്ത 2 സാധനം ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ കണ്ട, അത് ഇതുപോലെ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കിനി ചൂടാറിയിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും, നിങ്ങളുടെ പുരിയത്തിൻ്റെ കളർ ചേഞ്ച്. അപ്പോൾ ഇത് നല്ലതായിട്ട് ചൂടൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമുക്ക് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, ഇതെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ അധികം ഒഴിക്കരുത്, നമുക്ക് കുറച്ച് ആദ്യം ഒഴിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട എന്താണെന്നറിയോ, അലോവേര ജെല്ലാണേ. അപ്പം ഞാൻ അതിൽ നിന്ന് ഇപ്പം തീർന്ന് എൻ്റെ അലോവേര, അപ്പം ഞാൻ ഇപ്പം അതിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയെടുത്തതാണ്. അപ്പം അലോവേരയും കൂടി നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യണം. കണ്ടോ, അപ്പം നമ്മൾ ആവണക്കെണ്ണ ഇട്ടു, ചിരട്ടക്കരി, പിന്നെ അലോവേര ജെല്ലിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 ഡ്രോപ്സ് നമ്മുടെ സാദാ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. സാദാ വെളിച്ചെണ്ണ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയും മതി. പിന്നെ ഞാനൊരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതായത് നീലയമരി എണ്ണയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ കാച്ചി വെച്ചിരുന്നതാണ് നീലയമരി എണ്ണ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നീലയമരി ഇട്ട് എണ്ണ കാച്ചി വെച്ചിരുന്ന കേട്ടോ അതാണ് നമ്മുടെ നീലയമരി എണ്ണയെന്ന് പറഞ്ഞാൽ. അപ്പം അത് ഇനിയിപ്പം നിങ്ങൾക്ക് അതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാത്രം ഇട്ടാൽ മതി. അപ്പം നിങ്ങളുടെ പുരിയം കറക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി തേച്ച് കൊടുക്കണം. അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. അപ്പം ഇത് ഇതുപോലെയുള്ള ഒരു ചെറിയ പാത്രത്തിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക്. അപ്പം ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. പുറത്തൊക്കെ വെച്ചാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ, നമ്മൾ ആ വെള്ളം ചേർത്ത് കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പം നമുക്ക് പൂപ്പൽ വരും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ. എത്ര കറുത്ത നരച്ച പുരിയോ ഉണ്ടെങ്കിലും ശരി, ഇവനൊക്കെ ഡെയിലി അങ്ങ് തേച്ച് കൊടുക്കുക. കണ്ട, നല്ലതായിട്ട് ഇത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ എങ്ങനെ പുരട്ടണ്ടേ എന്നൊക്കെ കൂടി കാണിച്ചു തരാം. അപ്പം ഞാൻ ദേ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഇതുണ്ടാക്കി വെക്കാം. അന്നേരം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പുരിയ നല്ല അടിപൊളിയായിട്ട് കറുത്ത് കിട്ടും. നിങ്ങളിത് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളോട് ഒരു സബ്സ്ക്രൈബർ അങ്ങനെ ചോദിച്ചിരുന്നു, നരച്ച മുടിക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ മാഡം എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, അപ്പോൾ അതാണ് ഞാൻ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും പുറത്ത് വെക്കരുത് കേട്ടോ, ഒരു പൂപ്പൽ പോലെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക.
എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈമിലാണോ സമയമുള്ളത് ആ സമയത്ത് തന്നെ ചെയ്തു കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ പകലൊക്കെ ചെയ്തു കൊടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് ഇതങ്ങോട്ട് നല്ലപോലെ എഴുതി കൊടുക്കുക. എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബഡ്സ് കൊണ്ടൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങ് ചെയ്തു കൊടുക്കുക. അതുണ്ടാ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെഴുതുക. നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ കാരണന്മാരൊക്കെ നമുക്ക് വലിച്ചെഴുതത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെഴുതുക. കുറച്ച് രാക്ഷസിയുടെ പോലെയൊക്കെ ഇരിക്കുമോ, സാരമില്ല, നമ്മുടെ പുരികം നന്നാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ. അപ്പം രാത്രി അങ്ങോട്ട് വലിച്ചെഴുതുക. അപ്പം ആ ചേച്ചിയുടെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി, എന്നോട് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞു. അതായത് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെഴുതുക. അപ്പം ഇത് ഒരു ദിവസം പുരട്ടിക്കഴിഞ്ഞ് നിർത്തരുത് കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് നല്ലപോലെ ഇത് പുരട്ടി കൊടുക്കണം. അപ്പം നിങ്ങളുടെ വെറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മനസ്സിലാവും. അതായത് പുരിയം കൊഴിയുന്നവർക്കും ഒക്കെ ഇത് നല്ലതാണ്. പുരിയം വളരാനും ഇതിലെല്ലാം നല്ല നമ്മുടെ ചിരട്ടക്കരിയൊക്കെ ഇട്ടേക്കുന്നത്, പിന്നെ അലോവേര ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ദിവസവും ഒരു ദിവസം മുടങ്ങാണ്ട് ഇത് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു റിസൾട്ടായിരിക്കും. അപ്പം നരച്ച മുടിയുള്ള ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ആ നമ്മൾ ഡെയിലി നമ്മൾ ആ പുരി ഒന്ന് പിന്നെ എന്തെങ്കിലും ഇട്ടൊന്ന് വാഷ് ചെയ്ത് കളയണം കേട്ടോ. ഇത് പിന്നെ ഫേസ് വാഷ് ഇട്ടൊന്ന് വാഷ് ചെയ്ത് കളയണം. അതിൽ എണ്ണമയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് വേണം നമുക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടി. പിന്നെ കണ്ട ഒരു രാക്ഷസിയുടെ പോലെ ഉണ്ടല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ടണം. താങ്ക് യു.